Hello friends, welcome to my YouTube channel Haru and Tanu. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുരുമുളകും തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ട് വരട്ടിയെടുത്ത ബീഫ് റോസ്റ്റ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ചെറിയ പീസസ് ആയിട്ടാണ് ബീഫ് മുറിച്ചെടുത്തേക്കുന്നത്. ബീഫ് വെള്ളത്തിലിട്ട് 5-6 പ്രാവശ്യം കഴുകി നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുള്ള ബീഫാണിത്. ബീഫ് നമുക്ക് ആദ്യം കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് മുൻപായിട്ട് കുറച്ച് മസാലപ്പൊടികളൊക്കെ നമുക്ക് ചേർക്കാം. ആദ്യമായിട്ട് ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കുരുമുളക് ചതച്ചത് 1 ടീസ്പൂൺ. കുരുമുളക് ചതച്ചതില്ല എന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്താലും മതിയാകും. പക്ഷെ കുറച്ചും കൂടി ടേസ്റ്റ് കുരുമുളക് ചതച്ചതിനാണ്. 1 നാരങ്ങയുടെ നീര്, ഒരു മീഡിയം സൈസ് നാരങ്ങയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ചിക്കൻ ബീഫ് ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് മീറ്റ് മാറും. 1 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത്, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയത് 1 ടീസ്പൂൺ എന്നിവ ചേർത്തിട്ട് കൈ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന മസാല എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ പിടിക്കാനായിട്ട് ഇത് സഹായിക്കും. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 15 മിനിറ്റ് നമുക്ക് ബീഫ് മാറ്റി വയ്ക്കാം. 15 മിനിറ്റിന് ശേഷം ബീഫ് നമുക്ക് ഒരു കുക്കറിലേക്ക് മാറ്റാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് നമ്മൾ ബീഫ് വേവിച്ചെടുക്കുന്നത്. ബീഫ് വേകാനുള്ള വെള്ളം അതിൽ തന്നെ ഉണ്ട്. അതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ബീഫ് വെന്ത് കിട്ടും. ലോ മുതൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. 4 മുതൽ 5 വിസിൽ വരെ നമുക്ക് ബീഫ് വേകാനായിട്ട് വേണ്ടി വരും. ഓരോ ബീഫ് അനുസരിച്ചും അതിൽ വ്യത്യാസം ഉണ്ടാകും. ഏതായാലും 5 വിസിലിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കുക്കർ ഞാൻ അപ്പുറത്തെ സ്റ്റൗവിലേക്ക് മാറ്റി. ഈ സ്റ്റൗവിൽ നമുക്ക് ഉരുളി വെച്ച് കൊടുക്കാം. ഉരുളിയിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ബീഫ് റോസ്റ്റിന് ഏറ്റവും നല്ലത്. ഗരം മസാല മിക്സ് ആയിട്ടുള്ള പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, പെരിഞ്ചീരകം എന്നിവ നമുക്ക് ചതച്ചെടുക്കാം. ചതച്ച ഈ കൂട്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ചേർക്കാം. മസാല മൂത്ത് നല്ലൊരു വാസന വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗരം മസാല മൂത്ത് നല്ലൊരു വാസന വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പകുതി തേങ്ങ നീളത്തിൽ മുറിച്ചതും നമുക്കിതിലേക്ക് ചേർക്കാം. ബീഫിൻ്റെ റോസ്റ്റിൽ തേങ്ങയുടെ കൊത്ത് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് വളരെ ടേസ്റ്റിയാണ്. തേങ്ങാക്കൊത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ആക്കിയതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതുമാണ് നമ്മൾ ചേർക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് നല്ലൊരു വാസന വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 സവാള, 10 ചെറിയുള്ളി എന്നിവ നീളത്തിൽ മുറിച്ചത് ചേർക്കാം. ബീഫ് വേവിക്കുന്ന സമയത്ത് ബീഫിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് മൂത്ത് ഒരു ഗോൾഡൻ കളറായിട്ട് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു മൂടി വെച്ച് അടച്ചു കൊടുക്കാം. ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കാം. സവാള അങ്ങനെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് പൊടികളാണ് ചേർക്കാൻ പോകുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവയാണ് നമ്മൾ ചേർക്കുന്നത്. പൊടികളൊക്കെ ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം മാത്രം നമുക്ക് അടുത്ത ചേരുവ ചേർത്ത് കൊടുക്കാം. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. പൊടികളൊക്കെ മൂത്ത് നല്ലൊരു വാസന വരും. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ബീഫ് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ട. വേവിച്ചു വച്ചിരിക്കുന്ന ബീഫ് ചാറോടുകൂടി തന്നെ നമുക്ക് ഉരുളിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ ബീഫ് നന്നായിട്ട് ഒന്ന് വഴട്ടിയെടുക്കണം. ഇടയ്ക്കൊക്കെ വന്ന് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ബീഫ് നന്നായിട്ട് വഴട്ടിയെടുക്കുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റ് വരുന്നത്. ഈ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് ബീഫ് കിട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം ബീഫ് റോസ്റ്റ് ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ പുട്ട്, ചപ്പാത്തി, അപ്പം, നമുക്ക് പിന്നെ മലയാളികൾക്ക് എന്തിൻ്റെ ഒപ്പവും ബീഫ് ഏറ്റവും പ്രിയപ്പെട്ടൊരു കോമ്പിനേഷനാണ്. അടുത്ത ഒരു പ്രാവശ്യം ബീഫ് വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കും. എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ. ഞങ്ങൾക്ക് ഇത് ആവശ്യത്തിന് സ്പൈസി ആയിട്ടാണ് തോന്നിയത്. എങ്കിലും കുറച്ചും കൂടി സ്പൈസി ആക്കണം എന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയോ പച്ചമുളകോ ഒക്കെ ചേർക്കാവുന്നതാണ്. കുരുമുളകിട്ട് വരട്ടിയ ബീഫ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, 2 തണ്ട് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ എന്നിവ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡിയാണ്. നമുക്കിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വായിൽ വെള്ളമൂറുന്ന സ്വാദിഷ്ടമായിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് താനു. ബൈ.